കഷ്ടം. ഒരു കലാകാരനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല സമൂഹം അങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അന്ന് ജയിലിൽ വെച്ചിട്ട് ഞാൻ കുറിച്ചിട്ട് അതാണ് രണ്ടാമത്തെ. നമസ്കാരം, ഞാൻ ഉദയൻ കലാനികേതൻ. ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്ന കലാകാരന്മാരെയും കലാപ്രവർത്തകരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കലാനികേതൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ശ്രീ പുനവൻ നസീറാണ്. എഴുത്തിൻ്റെ വഴിയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ പുനവൻ നസീറിന് കലാനികേതനിലേക്ക് സ്നേഹസ്വാഗതം. നമസ്കാരം. നമസ്കാരം. താങ്കളുടെ തൂലികയിൽ ഒത്തിരി നോവലുകൾ പിറവിയെടുത്തിട്ടുണ്ട്. അതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലുകൾ ഏതൊക്കെയായിരുന്നു? പ്രസിദ്ധീകരിച്ച നോവല് 2006 ആദ്യത്തെ നോവല് കണ്ണാടി, രണ്ടാമത്തെ നോവല് 2 വർഷത്തിന് ശേഷം സഞ്ചാരി, അതിനുശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മൂന്നാമത്തെ നോവല് 2020 പ്രസിദ്ധീകരിച്ച് അത് ഒരുമ പബ്ലിക്കേഷൻ തിരുവനന്തപുരമാണ് പ്രസിദ്ധീകരിച്ച്. ഇതിൻ്റെ കഥാതന്തു വായിച്ചതിന് ശേഷം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട് അവർ തന്നെയാണ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. അത് ഞാൻ പലർക്കും വായിക്കാൻ കൊടുത്ത് അവർ ഏറെ ഇഷ്ടപ്പെട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂടെ അറിയിപ്പുണ്ടായിട്ടുണ്ട്. വളരെ നന്നാകുമെന്നാണ് അഭിപ്രായം. പിന്നെ എനിക്ക് ആദ്യത്തെ നോവലിന് മുമ്പായിട്ട് ഞാൻ സിംഗപ്പൂരിൽ വെച്ച് എനിക്കൊരു പ്രോത്സാഹന സമ്മാനം കിട്ടിയിരുന്നു. അതായത് ഒരു ആൻഡമാനിൽ നിന്ന ഒരു വ്യക്തിയെ കാണുന്നതും അദ്ദേഹം പറയുന്ന കഥയും ചേർത്തിണക്കിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കഥ എഴുതിയത് സിംഗപ്പൂരിൽ മലയാളി സമാജത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിന്. അത് കുഞ്ഞിരാമൻ്റെ കടുംകൈ. പണ്ട് കുഞ്ഞിരാമൻ്റെ പൊടിക്കൈ എന്നും പറഞ്ഞ് പാഠപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കടുംകൈ ആക്കാനുള്ള കാരണം. അത്രയും നല്ല മൂല്യമുള്ള ഒരു കഥയായിരുന്നു. അതിലാണ് എനിക്ക് പ്രോത്സാഹനം കിട്ടിയത്. പിന്നെ അബുദാബിയിലും ദുബൈയിലും വെച്ചിട്ട് എനിക്ക് സോഷ്യൽ സെൻറ്ററിൻ്റെ വകയായിട്ട് പുരസ്കാരങ്ങളും ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിയിരുന്നു. പിന്നെ അതിനുശേഷം 2004 ആറ്റിങ്ങൽ കാവ്യവേദിയുടെ പുരസ്കാരമാണ് എനിക്ക് നാട്ടിലാദ്യമായിട്ട് കിട്ടുന്നത്. ഇളമ്പാവ് ഉണ്ണികൃഷ്ണൻ, ചിറങ്കഴി ബഷീർ സാറ് അവരൊക്കെ സന്നിഹിതരായിരുന്നു. മാത്രമല്ല മരണപ്പെട്ടു പോയ ഹരിഹരൻ സുബ്രഹ്മണ്യം അദ്ദേഹമൊക്കെ എനിക്ക് പ്രോത്സാഹനം ചെയ്ത വ്യക്തിയാണ്. പിന്നെ രണ്ടാമത്തെ നോവല് പ്രസിദ്ധീകരിച്ച 2008 2008 എനിക്ക് പുരസ്കാരം കിട്ടുന്നത് 2012 4 വർഷം കഴിഞ്ഞു. 4 വർഷം പിന്നെ പുരസ്കാരം കിട്ടി. അത് തനിമ ആണ് ആദ്യം, രണ്ടാമത്തെ പുരസ്കാരത്തിന് തനിമ പബ്ലിക്കേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോഴിക്കോട് നിന്നുള്ള ധാർമ്മികത എക്സലൻ്റ് അവാർഡ്, സെക്കൻഡ് എക്സലൻ്റ് അവാർഡ്. പിന്നെ അതിനുശേഷം കണ്ണാടിയും സഞ്ചാരിക്കും കൂടെ ചേർത്ത് കിട്ടുന്നത് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് 2014 അന്നത്തെ മന്ത്രിയായിരുന്ന മന്ത്രി അനിൽകുമാർ പിന്നെ എനിക്ക് പുരസ്കാരം 2 നോവലും കണ്ണാടി സഞ്ചാരിക്കും കൂടെ ചേർത്ത് പുരസ്കാരം തന്നു. 2014 അന്ന് വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് പുരസ്കാരങ്ങളിങ്ങനെ മലയാള വേദി രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാരം, പിന്നെ ഇങ്ങനെ ധാരാളം കുറഞ്ഞത് ഒരു 10-14 പുരസ്കാരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ ചെറുകഥയ്ക്ക് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് വേറെ പുരസ്കാരങ്ങൾ കിട്ടി. ആദ്യത്തെ ചെറുകഥ പിന്നെ അതായത് 1975 കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് അനുബന്ധിച്ചിട്ട് ഞാൻ എഴുതിയതാണ് ഉമ്മുമ്മായുടെ പിടക്കോഴി. അതും വളരെ നന്നായിരുന്നു. പിന്നെ അതിൽ തുടർന്ന് പല കഥകളും പ്രസിദ്ധീകരിച്ച് കല്യാണ ബ്രോക്കർ, നിൻ്റെ സംസാരം ശരിയല്ല,
മെഗാസ്റ്റാർ മദനൻ. അതായത് കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ കഥകളൊക്കെ എഴുതി അത് സമൂഹത്തിലുള്ള ഈ കേരളത്തിലുള്ള അറിയപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങൾ, അതായത് മാസികകൾ പ്രസിദ്ധീകരിച്ചതാണ്. അങ്ങനെയും എനിക്ക് വേറെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2020 അത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇഷ്ടദാനം നോവൽ, അത് ആദ്യത്തെ നോവൽ, രണ്ടാമത്തെ നോവൽ കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ വളരെ വളരെ മാറ്റമുള്ള ഒരു നോവലാണ് ഇപ്പോൾ ഇഷ്ടദാനം. അത് വായന ശീലമുള്ളവർ വായിക്കണം എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് താങ്കളുടെ കഥകളിലായാലും കവിതകളിലായാലും പ്രണയമുണ്ട്, ഗ്രാമീണതയുണ്ട്, ലാളിത്യമുണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള നാൽവഴികൾ? അത് ഞാൻ ജീവിച്ച ചുറ്റുപാട്, ഈ ചിറയൻകഴി കഴിഞ്ഞിട്ട് ചെവിട് താങ്ങി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് ഒരു വയൽ വരമ്പേ നടക്കണം. ഏകദേശം തെങ്ങുംപള ക്ഷേത്രം മുതൽ ശാർക്കര വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭയങ്കര ഒരു പാടം. ആ പാടത്തിൻ്റെ ഒത്തു നടുവിലാണ് ഞാൻ ജീവിച്ച ചുറ്റുപാട്, എൻ്റെ കുടുംബം. അപ്പം അതിൻ്റെ തൊട്ടയൽവക്കത്ത് ഒരു കുട്ടി, ആ കുട്ടിയെ ഞാൻ മനസ്സാ സ്നേഹിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടുംബത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നടന്നിട്ട് ഞാൻ വിദ്യാഭ്യാസമായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയോ അറിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ചേർത്തുകൊണ്ട് ഞാനൊരു കവിത തുടക്കത്തിൽ കുറിച്ചു. അത് മറ്റ് മാധ്യമങ്ങളിലൊന്നും കൊടുത്തില്ല. അത് ഞാനിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കഥ എന്ന് പറഞ്ഞാൽ അത് ഞാൻ നടന്നു നീങ്ങിയ പടികളാണ്. ഞാൻ എവിടെയൊക്കെ ചെന്ന് പെടുന്നുവോ അവിടെയൊക്കെ എനിക്ക് വലിപ്പ ചെറുപ്പമില്ലാതെ പലരുമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കണ്ട് അവർ പറയുന്ന മനസ്സ് നൊന്തുള്ള വേദനകളും പിന്നെ അവരെ നൊമ്പരങ്ങളും എല്ലാം ഞാൻ പകർത്തി ഞാൻ ഡയറിയിൽ കുറിച്ച് വച്ചിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് കഥ എഴുതാനുള്ള ചുറ്റുപാടല്ല, ജീവിതഭാരമായിരുന്നു പ്രധാനം. അത് ഞാൻ കുറിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ യൗവനമെല്ലാം കടന്ന് കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേശ്ശെ എഴുത്ത് തുടങ്ങി. അതിൽ ആദ്യമായിട്ട് എഴുതിയ നോവൽ തന്നെയാണ് കണ്ണാടി നോവൽ. അതിൽ എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. താങ്കളുടെ ആദ്യത്തെ നോവലാണോ കണ്ണാടി? ആദ്യത്തെ നോവലാണ് കണ്ണാടി. കണ്ണാടി എഴുതാനുള്ള മറ്റൊരു സാഹചര്യം ഉണ്ടായി. അത് പറയട്ടോ മാഷിൻ്റെ അടുത്ത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ജീവിതഭാരം കൊണ്ട് ഞാൻ സിംഗപ്പൂരിൽ പോവുകയാണ്. സിംഗപ്പൂരിൽ ഒരു കമ്പനിക്ക് എനിക്കൊരു ജോലി കിട്ടി. എൻ്റെ ഒരു ബന്ധുവാണ് എനിക്ക് ജോലി വാങ്ങിത്തന്നത്. സിംഗപ്പൂർ ബോളിലെ ഡ്രൈവിൽ നിന്ന് വിട്ടിട്ട് ഒരു 18 കിലോമീറ്റർ മാറിയിട്ട് ജൂറോങ് എന്ന സ്ഥലത്ത്, ഞാൻ ചുരുക്കി പറയുകയാണ്, ജൂറോങ് എന്ന സ്ഥലത്ത് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ഒരു മധ്യവയസ്കൻ, അന്ന് എനിക്ക് 29 വയസ്സേ ഉള്ളൂ. മധ്യവയസ്കൻ എന്ന് വെച്ചാൽ ഒരു 50-55 വയസ്സുണ്ട്. എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത കസേരയിലിരുന്നു. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് കുശലങ്ങളൊക്കെ ചോദിച്ച് മലയാളത്തിൽ തന്നെയാണ് ചോദിച്ചത്. ചായ കുടിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നീട് മൂളി എല്ലാം കേട്ടുകൊണ്ട് വലിയ പരിതാപകരമായിട്ട് എന്നെ ഒന്ന് നോക്കിയിട്ട് പറയണം, എനിക്കൊരു കഥയുണ്ട്. പണ്ട് ആറ്റിങ്ങൽ കൊട്ടാരം, കൊല്ലംപുഴ കൊട്ടാരത്തിൽ റാണി ലക്ഷ്മിഭായി തമ്പുരാട്ടി ഭരിച്ചിരിക്കുന്ന കാലം. അന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ വേണാട് ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ബ്രിട്ടീഷുകാരും പിന്നെ ഡച്ചുകാരും ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് അവരെ ഒത്താശ പ്രകാരമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളായിരുന്നു. ഒരു ഫംഗ്ഷന് റാണി ലക്ഷ്മിഭായി ഒരു ഫംഗ്ഷൻ നടത്തുകയാണ്. അന്ന് വിശിഷ്ട വ്യക്തികളെല്ലാം വന്നു ചേർന്നു. അപ്പോൾ അതിൽ വന്നു പെട്ടതാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ അച്ഛൻ. അച്ഛൻ ആ കൊട്ടാരത്തിൽ പിന്നെ ആ കൊട്ടാരത്തിൽ മറ്റേ കുതിര നോട്ടക്കാരനായിരുന്നു.
അദ്ദേഹം വന്നത് റാണി ലക്ഷ്മിഭായിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് എല്ലാം വീക്ഷിച്ചതിന് ശേഷം ഈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഈ കുടുംബത്തെ ആൻഡമാനിലോട്ട് നാട് കടത്തും. നാട് കടത്തിയിട്ട് നാട് കടത്തി ആൻഡമാനിൽ നിന്നിട്ട് അന്ന് 2ാം ലോക മഹായുദ്ധം. ആ സമയത്ത് അച്ഛൻ മരിച്ചു. അമ്മയെ 2 പെങ്ങന്മാരും അവരെ പോറ്റാൻ വേണ്ടി സിംഗപ്പൂരിൽ വന്ന് എത്തിപ്പെട്ടതാണ് ഈ വ്യക്തി. ആ വ്യക്തി പറഞ്ഞ കഥ ഞാൻ കുറിച്ചിട്ടിട്ട് ഞാൻ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് നോവലാക്കി. അതാണ് കണ്ണാടി. ഈ 10 വർഷം വരെ ഇതിനുവേണ്ടി സമയമെടുത്ത് എഴുതാൻ? അല്ല, അതിനു മുമ്പ് ഞാൻ ഈ കഥ അദ്ദേഹം പറഞ്ഞതിന് ചെറു വിവരം ചേർത്തുകൊണ്ട് ഞാനൊരു കഥയുണ്ടാക്കിയിട്ട് അന്ന് മലയാളി സമാജം എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട്. ആ സംഘടന ഒരു പത്രം വിതരണം ചെയ്യുന്നുണ്ട്. അത് ഒരാഴ്ചയിലൊരിക്കേ ഉള്ളൂ. എല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് അവർ ഒരാഴ്ചയിലൊരുക്ക മെയിൻ ന്യൂസുകളും കഥകളും അതിൽ ഞാൻ കൊടുത്തു. സത്യം പറഞ്ഞാൽ കൊടുത്തതിൻ്റെ 3ാം പക്കം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദി പറഞ്ഞുകൊണ്ട് നന്നായിരിക്കുന്ന കഥ. അതിൻ്റെ കഥയുടെ തുടക്കം എന്ന് വെച്ചാൽ, ഈ കുഞ്ഞിരാമൻ എന്ന വ്യക്തി ജീവിതഭാരം വേണ്ടി അവശനെ കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ചെങ്കിലും വക്കത്ത് വന്നിട്ട് കല്യാണം കഴിച്ചു. വക്കത്ത് വന്ന് കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴത്തേക്ക് സന്തോഷമായി ഒരാളുടെ പ്രേരണയിലാണ് വന്ന് കല്യാണം കഴിച്ചത്. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ലീവിന് വന്ന ആ ദിവസം ഇയാൾ പിന്നെ ഒരു യാത്ര പോയിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ നോക്കുമ്പം ആ വീട്ടിൻ്റെ ആ ഭാര്യയുടെ റൂമിനകത്ത് ഒരു നിഴലാട്ടം കണ്ടപ്പോൾ ആദ്യം ഒന്ന് അന്താളിച്ച്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിരാമൻ വന്ന വിവരം അറിഞ്ഞുകൊണ്ട് ആ പുരുഷൻ അതിലേക്കൂടെ ഇറങ്ങി ഓടി. അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, ഇനി മേലാൽ ഇവിടെയുമായിട്ട് ബന്ധപ്പെടാൻ, ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെടേണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആരോടും പറയാതെ തിരിച്ച് സിംഗപ്പൂരിൽ പോയി മദ്യത്തിനടിമയായിട്ട് പിന്നെ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 10-20 പേരെ ഒരുമിച്ചാണ് എടുത്തത്. അദ്ദേഹം അവിടെ വരുമായിരുന്നു. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന വ്യക്തിയെ കാണാനില്ല. അങ്ങനെ ഞങ്ങൾ 3-4 പേര് ഇടവക്കാരും ഞങ്ങളെല്ലാവരും കൂടെ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. അദ്ദേഹം സാധാരണ എല്ലാ ദിവസവും വരും. ഒരു സുപ്രഭാതത്തിൽ പിന്നെ കപ്പൽ ഷിപ്പ്യാർഡ് റോഡിൽ ഒരു ജഡം അടിഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടെ അതെന്താണ്, അത് മലയാളിയുടേതാണെന്നറിഞ്ഞ്, അതും മധ്യവയസ്കനാണ്. പോയി നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ വ്യക്തി കുഞ്ഞിരാമൻ എന്ന വ്യക്തി അവിടെ മരിച്ചു കിടക്കുന്നു. അത് കണ്ടുകൊണ്ട് പക്ഷേ ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വേണ്ട പ്രതിവിധിയെല്ലാം ചെയ്തു നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ തിരിച്ച് കൊണ്ടുപോയി അവിടെ തന്നെ മയ്യം അടക്കിയിട്ട് അതിനെ തുടർന്ന് ആണ് ആ കഥ എഴുതാനുള്ള കാരണം. അപ്പോൾ അത് ആ മലയാളി സമാജം കാര്യം ഇഷ്ടപ്പെട്ട് അവർ പ്രസിദ്ധീകരിച്ചതാണ്. അതാണ് തുടക്കം. എഴുതാനുള്ളൊരു ഇൻസ്പിറേഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രചോദനമായിരിക്കാം. താങ്കൾക്ക് അത് എവിടെ നിന്നാണ് ലഭിച്ചത്? കുടുംബത്തിൽ പ്രചോദനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ സത്യമാണ്. അതായത് എൻ്റെ ഉപ്പ പണ്ട് കാലത്ത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പിന്നെ ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം പിന്നെ ഒരു ഗ്രാമത്തിൻ്റെ പച്ചയായത് എല്ലാം അദ്ദേഹം പകർത്തി ക്യാൻവാസിൽ കൂടെ പകർത്തി കാണിക്കും. അത് വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ വരച്ചിരുന്നു. ഒന്ന് പ്രധാനമായിട്ട് അത്. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞിരുന്നു. അത് പിന്നെ പറഞ്ഞുതരാം. അത് ഞാൻ ഇഷ്ടദാന നോവലിൽ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ സഞ്ചാരി നോവൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിലായി. സിംഗപ്പൂരിൽ നിന്ന് ഗൾഫിലെത്തിയിട്ട് ഞാൻ ലീവിന് ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന് 1-2 മാസം അവിടെ നിന്ന സമയത്ത് അന്ന് ഞാൻ ധാരാളിയായിരുന്നു. ഞാൻ സമൂഹത്തിൽ വേണ്ടപ്പെട്ട എല്ലാ പേരുമായിട്ട് ഇടപഴകും. ജാതി മതമില്ല. അങ്ങനെയുള്ള വ്യക്തി ആയിരുന്ന ഞാൻ ലീവ് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിലെത്തിയപ്പോൾ എൻ്റെ ഒരു ബന്ധു എന്നെ സമീപിച്ചിട്ട് പറയണ, ഒരു
കാസറ്റുണ്ട്, വീഡിയോ കാസറ്റ്. അത് ഗൾഫിൽ അബുദാബിയിൽ എൻ്റെ ഒരു സ്നേഹം വന്നു വരുമ്പം കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, ആദ്യമൊന്നും മടിച്ച്, എന്നിട്ട് ഞാൻ പറഞ്ഞു അതിനകത്ത് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങി. ഏകദേശം ദുബായ് എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഈ പെട്ടിയെല്ലാം ചെക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഈ വീഡിയോ എടുത്ത് അവർ നോക്കി. അത് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൽ ബ്ലൂ ഫിലിമായിരുന്നു. അന്ന് സത്യത്തിൽ എന്നെ ജയിലിലടച്ചു. ഞാൻ ദുബായിൽ ജയിലിലടച്ചെങ്കിലും ശരി, ഞാൻ അലൈനിലാണ് ജോലി ചെയ്യുന്നത്, അബുദാബിയിൽ അണ്ടർപ്പെട്ട അലൈനിലായിരുന്നു. അപ്പോൾ എന്നെ അങ്ങോട്ടും മാറ്റി. മനാസിർ, അന്ന് ഒരു ചൂട് പിടിച്ച കാലഘട്ടം, അതായത് ജൂലൈ തൊട്ട് ഒരു 4 മാസം നല്ല ചൂട്. ആ സമയത്താണ് ആ ജയിലിലെത്തിപ്പെടുന്നത്. ആ എത്തിപ്പെടുന്ന സമയത്ത് ഞാൻ ജയിലിൽ അകപ്പെട്ടു പോയി. ആ സമയത്ത് താഴത്തെ ഒരു അണ്ടർഗ്രൗണ്ട് ഒരു റൂമിൽ ഒരാളുടെ നിലവിളി നിത്യം ഞാൻ കേട്ടു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഇദ്ദേഹം പാകിസ്ഥാനിലുള്ള ഒരു കലാകാരനായിരുന്നു. ആ കലാകാരൻ നല്ല ഗായകനായിരുന്നു, മാത്രമല്ല രചന നടത്തിയിരുന്നു, ഉറുദു. അദ്ദേഹത്തിന് പിന്നീട് പലരും അദ്ദേഹത്തിൻ്റെ ഉയർച്ച കണ്ടിട്ട് അസൂയാലുക്കൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ചുമത്തി ഒരു ഫങ്ഷന് അദ്ദേഹം ദുബൈയിൽ വരുന്ന സമയത്ത് കഞ്ചാവ് അറിയാതെ കൊടുത്തേക്കും. അത് കഞ്ചാവ് ഇത് ഇറങ്ങി വന്ന വ്യക്തിയെ ഈ പട്ടി പിടിച്ചു. അപ്പോൾ പോലീസെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് കഞ്ചാവാണ്. അതിനെ അദ്ദേഹത്തെ ജയിലിലാക്കിയ ആ മനുഷ്യന് എല്ലാ ദിവസവും നിലവിളിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം കഞ്ചാവിന് അടിമയായിപ്പോയി നാട്ടിൽ വെച്ച്. അപ്പോൾ ആ സമയത്ത് കഞ്ചാവ് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം നിലവിളിക്കും, അട്ടഹാസം എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റില്ല. ആ ജയിൽ സെല്ലിനകത്തുള്ള എല്ലാ പേരും കേൾക്കത്തക്ക രൂപത്തിൽ അട്ടഹസിക്കും. ഈ വിവരം ഇവരെല്ലാവരും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ജീവിതം വല്ലാത്ത ഒരു കഷ്ടം, ഒരു കലാകാരനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല സമൂഹം അങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അന്ന് ജയിലിൽ വെച്ചിട്ട് ഞാൻ കുറിച്ചിട്ട്, അതാണ് രണ്ടാമത്തെ സഞ്ചാരി നോവലിൽ ഞാൻ അതിന് പ്രതിപാദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ആദ്യത്തെ സഞ്ചാരി നോവൽ, അതും മറ്റൊരു ഇതുകൂടെ ഉണ്ട്. കണ്ണാടി നോവൽ ഞാൻ ഇറക്കുന്ന സമയത്ത് കുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനെ ചേർത്തുകൊണ്ട് എൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ വഴക്കുണ്ടാക്കിയപ്പോഴത്തേക്ക് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുടുംബത്തിൻ്റെ കഥ പറഞ്ഞതുകൊണ്ടാണോ ആ ഒരു വിഷയം? അതെ, കുടുംബത്തിൻ്റെ കഥ പറഞ്ഞതുകൊണ്ടാണ് ആ വിഷയം. അങ്ങനെ വഴക്കുണ്ടാക്കി അവരെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കി. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് തന്നെ വിചാരിച്ചു ഇതിന് മറ്റൊരു കഥ എഴുതണം എന്ന് പറഞ്ഞാണ് ഈ ജയിലിൽ കയറാനും ഈ അട്ടഹാസം കാണാനും ഒരു ഹിന്ദു കഥ രൂപത്തിൽ ആക്കി. ആദ്യത്തെ കണ്ണാടി, രണ്ടാമത്തെ സഞ്ചാരി, പിന്നെ ഒരാൾ കഷ്ടപ്പെടുന്നതും, പിന്നെ ബോംബെയിലെത്തുന്ന ഒരു കലാകാരനാവുന്നതും, കലാകാരനെ എങ്ങനെയെങ്കിലും തട്ടിയിടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നതും, അദ്ദേഹം ജയിലിലാകപ്പെട്ടെന്നും പറഞ്ഞിട്ടൊരു കഥ അതാണ് സഞ്ചാരി നോവലിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ മെയിൻ. ഈ കുടുംബത്തിലെ കലാപ്രവർത്തനം അല്ലെങ്കിൽ കലാകാരനായിട്ടോ അങ്ങനെ ബന്ധമുള്ള കലാപ്രവർത്തനം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ 5ാമത്തെ സന്തതിയാണ് എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ. വാപ്പാക്കും ഉമ്മാക്കും 5ാമത്തെ സന്തതി. മൂത്ത ആളാണ് ചിറങ്കീഴ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ നാടക ട്രൂപ്പ് ആദ്യം മിലിറ്ററിയിലായിരുന്നു, അതിനുശേഷം നാടക ട്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ ബിസിനസ് എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഞാൻ SSLCയോടുകൂടി ഞാൻ നിർത്തുകയാണ്. അതിന് വേറെ കാരണമുണ്ട്, കുടുംബ പ്രശ്നം, ജോലി കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. അങ്ങനെ കണ്ട ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇദ്ദേഹം ബിസിനസ് തുടങ്ങുന്നത്. ബിസിനസ് തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല നിലയിൽ ബിസിനസ് വന്നുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം കൊട്ടാരക്കര ശ്രീധരൻ നായർ, കുന്നു ഒഴി വേണ്ട, പിന്നെ KPSCയിലെ ആസീസ് പലരെയും കൊണ്ട് നാടകം കളിപ്പിച്ചു. അത് ആദ്യമൊക്കെ ഹിറ്റായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊളിഞ്ഞു തുടങ്ങി. ഈ ബിസിനസ്സിൻ്റെ പൈസ എടുത്ത് നാടകത്തിലോട്ട്. അപ്പോൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഞാനായിരുന്നു. ഞാനിങ്ങനെ
പല സ്ഥലത്തും കേരളം ഒട്ടുക്കും എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിച്ച് ബിസിനസ് പിടിക്കും, ഓർഡർ പിടിക്കും, ഞാൻ തന്നെ സപ്ലൈ ചെയ്യും, വേറെ 1-2 പേരും കൂടെ ചേർന്ന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ കേരളത്തിലുള്ള എല്ലാ പ്രദേശങ്ങളും ഞാൻ കണ്ട് മനസ്സിലാക്കി അങ്ങനെ ഉള്ള വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹം ചിറയൻകീഴ് ബഷീറാണ് എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഈ കലാപരമായിട്ടുള്ള ചിന്താഗതി ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാനും അതിലോട്ട് പിന്നെ തുനിയാണ് ചെയ്യുന്നത്. ബിസിനസ്സിലൊക്കെ നിർത്തി ഞാൻ ഗൾഫിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇരുന്നെഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എത്തിപ്പെട്ടത് റോയൽ ഫാമിലിയുടെ അണ്ടറിലായിരുന്നു. അത് ആ റോയൽ ഫാമിലിയുടെ അണ്ടറിൽ കയറിയതുകൊണ്ട് മറ്റൊരു ഗുണം കൂടെ ഉണ്ടായി. അതിന് മുമ്പ് ആദ്യത്തെ 3 വർഷം ഞാൻ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ റോയൽ ഫാമിലിയിൽ കണ്ട പണികളൊക്കെ ചെയ്തിരുന്നു, വണ്ടിയുടെ കാര്യങ്ങളും അത് ഇതൊക്കെ. അങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ റോയൽ ഫാമിലിയുടെ ഡ്രൈവറായി, ഷേഖിൻ്റെ മക്കളെ ഡ്രൈവറായി. അത് കഴിഞ്ഞപ്പോൾ എല്ലാ വർഷമാകുമ്പോൾ അവർ വെക്കേഷൻ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ പോകും. സത്യം പറഞ്ഞാൽ അത് നോക്കണം, ഒന്നുമില്ലാതിരുന്ന ഞാൻ വിചാരിച്ചിരിക്കാതെ യൂറോപ്യൻ രാജ്യത്ത് പോയി. ആസ്ട്രിയ, ഇറ്റലി, പിന്നെ ബെൽജിയം, പിന്നെ സ്വിറ്റ്സർലൻഡ്, അങ്ങനെ ഉള്ള ഈ ഫ്രാൻസ്, ഈ 4 രാജ്യങ്ങൾ സന്ധിക്കുന്ന ഏറ്റവും വലിയ കൊടുമുടിയിൽ കയറാമെന്ന് വെച്ചാൽ അന്ന് റോയൽ ഫാമിലിയിലെ അണ്ടറിൽ പോകുമെങ്കിലും ജോലി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിടും. അങ്ങനെ ഞങ്ങൾ 5 ഡ്രൈവേഴ്സ്, ഇലക്ട്രീഷ്യൻ, അങ്ങനെ വിവിധ പണിക്കാരൊക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ അവർ തന്നെ പറഞ്ഞു വിടും, നിങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോ. അങ്ങനെ പോയി ലിഫ്റ്റ് വഴി ഏറ്റവും വലിയ കൊടുമുടിയിൽ കയറി. -ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതായിരുന്നു. അങ്ങനെയൊക്കെ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ, കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത്തെ നോവലിൽ അതും കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചു. താങ്കളുടെ പുതിയ നോവലായ ഇഷ്ടദാനത്തെക്കുറിച്ച്, അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? അതെ, പറയാം. അതായത് എന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ മനസ്സിൽ വിഷമം തോന്നിയ ഒരു കഥാപാത്രമാണ് എൻ്റെ ഉപ്പ. വലിയ കുടുംബക്കാരനായിട്ട് ജനിച്ച്, അതായത് ഈ ചിറയൻകീഴ് ചെമിട് താങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 4 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു നെൽപ്പാടം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അദ്ദേഹം സമ്പന്ന കുടുംബത്തിലെ വ്യക്തിയായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് മഹാത്മാഗാന്ധിയുടെ പിറകെ വൈക്കത്ത്, ഗുരുവായൂർ പല സ്ഥലങ്ങളിൽ പോയി കണ്ടുകേട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കുടുംബം കുറേശ്ശെയായിട്ട് ഇങ്ങനെ വിറ്റ് അദ്ദേഹം എൻ്റെ കഥ പറഞ്ഞ മാതിരിയാണ്. അദ്ദേഹം ഒരു ദാനശീലനായിരുന്നു. സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളും, അതായത് കൃഷ്ണൻകുട്ടി, കുഞ്ഞിരാമൻ, രാധാകൃഷ്ണൻ, പിന്നെ ഖാദർ, അബ്ദുള്ള, പിന്നെ വർഗീസ്, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും ഒരുപോലെ കൈയിട്ട് കൊണ്ടുപോയിരുന്ന ആ കാലഘട്ടത്തിൽ അവരെന്ത് ആവശ്യപ്പെടുന്നു കൊടുത്തിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ പഠിച്ചിരുന്ന 3ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന പിന്നെ കൂന്തള്ളൂർ സ്കൂളിലായിരുന്നു. അന്ന് LPS വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ LPS ഉണ്ടായിരുന്നുള്ളൂ. പ്രേംനസീറിൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. അന്ന് ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. എല്ലാവരും എന്നെ കാണുമ്പോഴത്തേക്ക് വലിയ ഇത് സുൽത്താൻ്റെ മാനല്ലേ, നീ നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്തുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഏകദേശം 10ാം ക്ലാസ്സിലാവുന്നത് വരെ ഒരു 7 സ്കൂൾ മാറി താമസിക്കേണ്ടി വന്നു. 7 സ്കൂളിൽ മാറി പഠിക്കേണ്ടി വന്നു. അതിൻ്റെ ചുറ്റുപാടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ അത്ര ദാരിദ്ര്യത്തിൽ എത്തിപ്പെട്ടു ഒരു കാലഘട്ടം. അതായത് പിന്നീട് മംഗലാപുരത്ത് കൊയ്ത്തുകുളം സ്കൂള്, അത് കഴിഞ്ഞിട്ട് ആറ്റിങ്ങൽ ഹൈസ്കൂള്, പിന്നെ ഡോക്ടർ അംബേദ്കർ സ്കൂൾ കോരാണി, അത് കഴിഞ്ഞിട്ട് പിന്നെ കണിയാപുരം ഹൈസ്കൂൾ, അവിടെ കൊണ്ട് പഠിത്തം നിർത്തുന്ന സമയത്ത് ഞങ്ങൾ നിത്യദാരിദ്ര്യത്തിലാകുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഉപ്പായും പാലാങ്കുളത്ത് ഒരു വാടക വീട്ടിൽ കുടുംബസമയം താമസിക്കുകയാണ്. ആ സമയത്ത് ഒരു റേഷൻ കട മുതലാളി അസീസ് എന്ന് പറയും, അദ്ദേഹം ആ കുടുംബത്തിൻ്റെ ദയനീയത, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദയനീയത കണ്ടിട്ട് അദ്ദേഹം അരിക്കച്ചവടം ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്ത്
അങ്ങനെ കവലൂർ ചന്തയിൽ ഒരു അന്തിക്കച്ചവടത്തിന് ഞങ്ങൾ ചെല്ലുമ്പം അന്ന് ഭയങ്കര മഴ കൊണ്ട് എൻ്റെ അടുത്ത് ഉപ്പ പറയണം, ആ മോനെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അടുത്ത ബസ്സിൽ കയറി പോവാം. പക്ഷേ മഴ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ കവലൂരിലുള്ള ഒരു കടത്തിണ്ണയിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം അടുത്തുള്ള ആളുടെ അടുത്ത് വെച്ച് ഇനി അടുത്ത ബസ് എത്രയാണ്, അത് രാത്രി 8:30 മണിക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഉപ്പ പറയണം, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞാൽ നീ കേൾക്കുമോ? ഞാൻ പറഞ്ഞു, ഉപ്പ പറ, കഥ കേൾക്കണം. അദ്ദേഹം കഥ പറയണം. മാർത്താണ്ഡവർമ്മ ചരിത്രം തൊട്ട്, അതായത് ഈ സുൽത്താൻ ഇബ്രാഹിം, എൻ്റെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ കഥ, ഉപ്പയുടെ ഉപ്പ മാർത്താണ്ഡ വർമ്മ മഹാരാജാവിൻ്റെ കുടുംബത്തിൽ ഇത് ഈ പിന്നെ കന്നുകാലികളെ നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, നല്ല സ്വഭാവം കണ്ടിട്ട് അദ്ദേഹത്തിന് വേണ്ടാത്ത ആദരവ് കൊടുത്ത്, അദ്ദേഹത്തിന് അവസാനം ആലോചിക്കാതെ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യം വന്നു. ആ സമയത്താണ് കുളച്ചൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് പിന്നെ അദ്ദേഹം പറഞ്ഞ്, ഇന്നമാതിരി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് നമുക്ക് കുറേ ആൾക്കാരെ ശേഖരിച്ചില്ലെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ എൻ്റെ പടകൾ ധാരാളമുണ്ട്, മധുരയിൽ നിന്ന് പിന്നീട് പടക്കാർ വരും, അവർ എന്നാലും നമ്മളൊരു മുൻകരുതൽ വേണമെന്നും പറഞ്ഞ് ഇദ്ദേഹത്തിന് ഒമാനിൽ പറഞ്ഞയക്കുകയാണ്. ഈ രാജാവ് ഇദ്ദേഹത്തിനെ ഒമാനിൽ പറഞ്ഞയച്ചിട്ട് അവിടുന്ന് ഈ രാജാവിൻ്റെ കേറാപ്പിൽ കുറച്ച് ആൾക്കാർ വരാവുന്ന സമയം അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരാൻ പോയി. ആ കുളച്ചൽ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രാജാവിന് വലിയ സന്തോഷമായി. ഈ ഒമാനികളുടെ ഇതും കൂടെ ഈ യുദ്ധം വിജയിക്കാനുള്ള ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാജാവിന് ഏറെ സന്തോഷമായി. അദ്ദേഹം കുറച്ച് ഇഷ്ടദാനം കൊടുത്ത് അവസാനം പിന്നെ എല്ലാം നശിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനും എൻ്റെ കുടുംബം വാപ്പ ഇവിടെ എത്തിപ്പെടുന്നതും അദ്ദേഹം പിന്നെ ഈ കച്ചവടം ചെയ്യുന്നതും കടത്തിണ്ണയിൽ നിന്ന് കഥ പറയുന്നതും. ആ കഥ പറഞ്ഞാൽ ധാരാളമുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് വിട്ടിട്ട് എൻ്റെ ഉമ്മ ഈ പിന്നീട് അന്ന് രാത്രി 8:30 മണിക്ക് വണ്ടി വന്നപ്പോഴത്തേക്ക് എന്നിട്ട് ഞങ്ങൾ തിരിച്ചവിടെ ചെന്ന് റേഷൻ കട മുതലാളി ആട്ടിവിടെയാണ് നിങ്ങൾ ഇത്രയും വൈകിയതെന്ത്, നിങ്ങൾ പറഞ്ഞ പ്രകാരം കണക്കൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, മാത്രമല്ല 3 മാസത്തെ വാടക പെൻഡിങ്ങിലുണ്ട്, നിങ്ങൾ ഇത്രാം തീയതി ഒഴിഞ്ഞു തരണം. ഇത് കേട്ടപാടി ഞാനും ഉപ്പായും വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഉമ്മ നെഞ്ചത്തിടിച്ച് പൊട്ടിക്കരയുന്നു. തൊട്ട് താഴെ 2 പെങ്ങന്മാർ, ഒരു പെങ്ങളെ കെട്ടിച്ച് അതിൻ്റെ ബാധ്യത തീർന്നില്ല, വേറൊരു പെങ്ങളുണ്ട്. മറ്റുള്ള ആണുങ്ങളെന്ന് വെച്ചാൽ അവർ വേറെ ജോലികൾ തേടിപ്പോ. അന്ന് സാക്ഷി ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഒരു ബന്ധു വീട്ടിൽ തക്കലയിൽ പോവുകയാണ്, ഞങ്ങൾ പാലായനം ചെയ്യണേ. ആ കഥ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനെ തുടർന്ന് കഥ ഇങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ ഈ സമൂഹത്തിൽ നടമാടുന്ന അനീതികൾ, പിന്നെ ഞാൻ ഗൾഫിൽ ജീവിച്ച കാലഘട്ടം, ഗൾഫിൽ സിംഗപ്പൂർ ഉൾപ്പെടെ 29 വർഷം ഞാൻ വിദേശത്ത് നിന്നതും പിന്നെ പല രാജ്യങ്ങളിലും പോയതും പിന്നെ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതും മാത്രമല്ല, അതിനുള്ള പ്ലസ് പോയിൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഷേഖിൻ്റെ ഭരണാധികാരിയുടെ ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഞാൻ പല ആൾക്കാർക്കും ജോലി വാങ്ങിക്കൊടുത്തു. അതായത് കേരളത്തിലുള്ള കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ആൾക്കാരെ, എൻ്റെ സ്നേഹിതന്മാരെയും ബന്ധുക്കളെയും പലരെയും ജാതി മതം നോക്കാതെ ഞാൻ പലർക്കും സഹായിച്ച് ജോലി വാങ്ങിക്കൊടുത്ത്. അവരൊക്കെ ഇന്ന് സമ്പന്നരായാലും അതിലെനിക്ക് ഞാൻ ദൈവത്തിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെങ്കിലും നന്നായിരിക്കട്ടെ. അവരൊന്നും ഇപ്പോഴും തിരിഞ്ഞ് നോക്കില്ലെങ്കിലും, പക്ഷേ എന്താണ് എൻ്റെ മനസ്സിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും പാളിച്ച വന്നാൽ അത് എങ്ങനെയോ പെട്ടെന്നങ്ങ് ഒഴിവായി കിട്ടുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ട് വിചാരിക്കുന്നതാണ്. പെട്ടെന്ന് എനിക്കൊരു രോഗം വന്നാൽ ആ അന്നേരത്തേക്കുള്ളത് അത് കഴിയുമ്പോൾ രോഗം അങ്ങ് മാറും. അത് സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ നല്ലത് എന്ത് പ്രവൃത്തി ചെയ്യുന്നോ, ആർക്കെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ആരെയും ഉദ്ദേശിച്ചല്ല,
അത് ദൈവം കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്താഗതിക്കാരൻ ആണ്. അപ്പോൾ സത്യത്തിൽ താങ്കളുടെ പച്ചയായ ജീവിതമാണ് താങ്കൾ പ്രതിപാദിച്ചിരിക്കുന്നത്. പച്ചയായ ജീവിതം എന്ന് വെച്ചാൽ പച്ചയായ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല മാഷേ. ഞാൻ മാഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണിയാരം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിത്തം SSLC ഞാൻ എഴുതാതെ ഞാൻ നാട് വിട്ട് ആദ്യം എത്തിപ്പെടുന്നത് മദ്രാസിലാണ്. മദ്രാസ് എന്ന് വെച്ചാൽ ഇന്നത്തെ മദ്രാസല്ല, അന്നെന്ന് വെച്ചാൽ ഏകദേശം ഒരു 40 സെൻറ്റർ ചുറ്റളവിലുള്ള ആ പ്രദേശത്താണ് ഒന്നിനും രണ്ടിനും പോകുന്നത്, കക്കൂസി പോകുന്നതും ഇരിക്കാനും പോകുന്നത്. അതായത് ഒന്നിനും മീതെ ഒന്നും കവിഞ്ഞവിഞ്ഞ ആ പ്രദേശത്ത്, അതായത് ഉള്ളവനേ ഉള്ളൂ, ഇല്ലാത്തവർക്ക് അങ്ങനെ. ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് പണിയെടുത്ത്. അതുവരെ ഞാൻ മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് വേറെ ഒരു രോഗം പെട്ടെന്ന് പിടിപെട്ടു. എൻ്റെ ജ്യേഷ്ഠൻ മദ്രാസിൽ ഒരു ഫോർമാനായിരുന്നു. അദ്ദേഹം എൻ്റെ രോഗം കണ്ടിട്ട് എന്നെ കയറ്റിവിടുകയാണ്. 39 ദിവസം ഞാൻ താലൂക്ക് ആശുപത്രിയിൽ വന്നിട്ട്, ചിറയൻകഴി താലൂക്ക് ആശുപത്രിയിൽ വന്നിട്ട് 39 ദിവസം കിടന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ കഥ എഴുതുന്നത്. ഈ കഥ എന്ന് വെച്ചാൽ കുറച്ച് അനുഭവമില്ലാതെ ഒരു കഥ രൂപപ്പെടില്ല. പിന്നെ രൂപപ്പെടുന്ന വലിയ വലിയ സമ്പന്നന്മാർക്ക് ഈ കണ്ടെഴുത്ത് എനിക്കില്ല. ഞാൻ പച്ചയായിട്ടേ എഴുതുള്ളൂ. പിന്നെ സാഹിത്യം എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്ക് സാഹിത്യം വരുള്ളൂ, അല്ലാതെ പറയുമ്പോൾ സാഹിത്യം വരില്ല. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു അജ്ഞാത ശക്തി ആവാഹിച്ചെടുക്കുന്നതിൽ അന്നേരം സാഹിത്യം വരും. 4 വർഷം കൊണ്ടാണ് ഞാൻ ഇഷ്ടദാനം നോവൽ പൂർത്തീകരിക്കുന്നത്. അതിൽ തന്നെ ഈ പൂർത്തി ആയിട്ട് പോലും അതിലും തെറ്റുകുറ്റങ്ങളുണ്ടായി. എഴുത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയോട് പുന്നമൻ നസീർ എന്ന വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത്? അതെ, അത് പറയാനാണെങ്കിൽ ധാരാളമുണ്ട്. പക്ഷേ ഞാൻ ചുരുക്കി പറയാം. പണ്ട് കാലത്ത് ഞാനും എനിക്ക് മുമ്പുള്ള പൂർവികരും നടന്ന വഴികൾ നമ്മളൊന്ന് ചിന്തിക്കുക. അന്ന് ആ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ യുഗം ഇല്ലായിരുന്നു, വെറും വായനയായിരുന്നു. എഴുത്തും വായനയും ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ തകഴി ശിവശങ്കരപ്പിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, പിന്നെ പൈങ്കിളി കഥകളൊക്കെ പറയുന്ന പിന്നെ പുള്ളി വേറെ 1-2 എഴുത്തുകാർ. അതിൻ്റെ കൂടെ ഈ കോട്ടയം പുഷ്പനാഥ്, എൻ്റെ ചെറുപ്രായത്തിലെ കാര്യമാണ്. അദ്ദേഹം ഡിറ്റക്റ്റീവ് നോവൽ എഴുതുമായിരുന്നു. അത് എനിക്ക് വളരെ ആകർഷിച്ചതാണ്. പിന്നെ ഞാൻ ചരിത്ര പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇനി വരുന്ന കുട്ടികൾ ഒന്ന് ചിന്തിക്കാനുള്ളത്, വെറും ഈ കമ്പ്യൂട്ടർ യുഗത്തിലോട്ട് മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ മെയിനായിട്ട് നിങ്ങൾ പഴയ ആൾക്കാരുടെ നോവൽ, കഥകൾ, പിന്നെ ചരിത്രങ്ങളെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ ഈ കമ്പ്യൂട്ടർ യുഗം മോശമെന്ന് പറയുന്നില്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ഇന്നത്തെ വേൾഡ് ആരോഗ്യ സംഘടന പോലും പറഞ്ഞിരിക്കുന്നത് നമ്മൾ എത്രത്തോളം TV-യും പിന്നെ മൊബൈലും എത്രത്തോളം യൂസ് ചെയ്യും അത്രത്തോളം നമുക്ക് ശരീരത്തിന് ദോഷമാണെന്ന്. അതിന് ഒരു ഒറ്റ ഉദാഹരണം എൻ്റെ കുട്ടികളൊന്ന് ചിന്തിക്കാനുള്ളത്, വലിയ സമ്പന്നരുടെ ആരും TV കൂടുതൽ കാണൂല, പിന്നെ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നീട് 3ാം കട രാജ്യത്തിലുള്ള കുട്ടികളാണ്. അത് എൻ്റെ ദോഷഫലങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണെന്ന് മാത്രം. പക്ഷേ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ പക്ഷേ പണ്ടത്തെ കാലത്ത് രോഗങ്ങൾ വളരെ കുറവായിരുന്നു, ഇന്ന് രോഗങ്ങൾ കൂടുതൽ. പക്ഷേ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം കമ്പ്യൂട്ടർ നോക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അതിനൊരു പരിധി വേണം. നിങ്ങൾ പഠിക്കണം, പഴയ കാലത്തെപ്പറ്റി ചിന്തിക്കണം, നാഥന്മാരെ ബഹുമാനിക്കണം, അച്ഛനെയും അമ്മയെയും നിങ്ങൾ ദൈവത്തിനെ പോലെ തുല്യരായിട്ട് കണക്കാക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ടാവും എന്ന ഒരു ഉപദേശമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം മാഷിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും പ്രേക്ഷകർക്കൊക്കെ അറിയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നന്ദി. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചതിന് ഞാൻ വളരെ നന്ദി. നിങ്ങളോട് കടപ്പാടും ഞാൻ അറിയിക്കും. കലാനികേതൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. നന്ദി, സ്നേഹം.